ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഒരു ഫ്രോക്കിന് ഇൻവിസിബിൾ സൈഡ് സിബ് വെച്ചാലോ. അപ്പം ഞാൻ ഫ്രോക്കിൻ്റെ രണ്ട് സൈഡും ഷേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിബ് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. ആ ഒരു രൂപത്തിലാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെയാണോ വെക്കേണ്ടത്, ലെഫ്റ്റ് സൈഡൊക്കെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ അടിച്ചതിൻ്റെ ഭാഗത്ത് നമ്മൾക്ക് ചെറിയ ചെറിയ നീഡിലിൻ്റെ പോയിൻ്റ് ഉണ്ടാവില്ലേ, അത് നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തിയെടുക്കാം. ഇതേപോലെ ഒരു ചോക്ക് വെച്ചിട്ട് രണ്ട് സൈഡും ഇതേപോലെ വരച്ചു കൊടുക്കണം. നമുക്ക് കറുത്ത ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ആ നീഡിൽ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ ഷേപ്പ് വരുന്ന സ്ഥലമുണ്ടാണ് ഞാൻ ഈ പറയണത്. ഇവിടെ നമ്മൾ അടിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നീഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം സിബ് നമ്മൾ ഇതേപോലെ വെക്കുക. സിബിൻ്റെ നല്ല വശം ഡ്രസ്സിൻ്റെ നല്ല വശം നേരെ ഇരിക്കുന്ന രൂപത്തിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലേ. അതിനുശേഷം അതിൻ്റെ ആ പോയിന്റ് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, ആ ചോക്ക് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തേക്ക് നമ്മൾക്ക് ഇത് ഒരു സൂചി വെച്ചിട്ട് എല്ലായിടത്തും ഇതേപോലെ കുത്തിക്കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറക്റ്റ് ഷേപ്പിലാണ് ഈ സിബ് നമ്മൾ സൂചി കുത്തി വെച്ചിരിക്കുന്നത്. അത് എവിടം വരെ നമുക്ക് ആവശ്യമുണ്ടോ, താഴ്ഭാഗം വരെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ വരെ നമുക്കിത് കുത്തിക്കൊടുക്കാം. ശരിക്കും സൈഡ് സിബ് വെക്കണം ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വെക്കണത്. എനിക്ക് ഇങ്ങനെ വെക്കാനോ അറിയുള്ളൂ. കാരണം എനിക്കിവിടെ സിംഗിൾ ഫുട്ടില്ല. അപ്പം ഞാൻ ഈ ഫുട്ട് വെച്ചിട്ട് വെക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. അതിനുശേഷം കണ്ടില്ലേ, കുറച്ച് നീക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ആ കറക്റ്റ് എഡ്ജിൽ കൂടെ ഒന്നും അടിക്കണില്ല, കാരണം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നീക്കിയിട്ടതിന് ശേഷം ഇതേപോലെ നമ്മൾ ഇത് വലിച്ചു കൊടുക്കണം കേട്ടോ. ഡ്രസ്സ് നമുക്ക് ബാക്കോട്ട് വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മളിങ്ങനെ സിബ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി നോക്കാം. കാരണം സ്റ്റിച്ച് വേറെ കൂടുതൽ എവിടെയെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ സ്ഥലത്ത് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് വശം അഴിച്ചതിന് ശേഷം രണ്ടാമത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടിക്കിൽ വെക്കുന്ന തരത്തിലുള്ള സിബൊന്നും നിങ്ങളിവിടെ പ്രതീക്ഷിക്കരുത് കേട്ടോ. സിംഗിൾ പുട്ട് മാത്രമേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഇത് ശരിക്കും ഇങ്ങനെ മറിച്ചൊക്കെ എടുത്ത് അടിക്കുന്നതൊക്കെ കാണാം. എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾക്ക് തയ്ച്ച് ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പറയണത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗം ഇതേപോലെ തന്നെ എടുത്ത് കറക്റ്റായിട്ട് ആദ്യത്തെ സിബായിട്ട് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് നോക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇതേപോലെ ചോക്ക് കൊണ്ട് വരച്ച ഭാഗത്ത് ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾക്ക് പേൾപ്പിന് കുത്തിക്കൊടുക്കാം. അതും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പിന്നു ഊരിയിട്ട് ക്ലോത്ത് നല്ല വൃത്തിയാക്കി മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് തന്നെ അടിച്ച് താഴേക്ക് വരാൻ നോക്കണം കേട്ടോ. സിംഗിൾ ഫുട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ച് ചെറിയ രൂപത്തിൽ കൊടുത്താൽ മതി. കാര്യമായിട്ടൊന്നും വലിക്കണ്ട, ചെറിയ രൂപത്തിൽ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എനിക്ക് ഫോക്കസ് ആയിട്ട് കിട്ടിയില്ല. ഏറ്റവും അവസാനത്തെ ഭാഗം വരുമ്പോൾ നമ്മൾ ആ സൂചി ഒന്ന് പൊക്കിയതിന് ശേഷം സിബ് വലിച്ച് ഇതേപോലെ മുകളിലേക്കൊക്കെ, സാധാരണ സിബ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറില്ലേ, ആ സിബ് നമുക്ക് മുകളിലേക്ക് ആക്കി കൊടുക്കാം. നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം രണ്ട് ഹോൾ ഉണ്ടാവും അവിടെ, ആ സൈഡിൽ ഈ സൈഡിൽ രണ്ട് ഹോള് പോലെ വരും. അവിടെ നല്ല രീതിയിൽ ഇതേപോലെ താഴെ ഒന്നും ഒരു ക്ലോത്തും ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് അടിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ട പതിച്ച് അടിച്ചു കൊടുക്കുക. ഇതേപോലെ അപ്പുറത്തെ സൈഡും ഞാൻ പറഞ്ഞില്ല ഒരു ഹോൾ ഉണ്ടാവുമെന്ന്, ആ ഹോളും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് അടിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള സിബ് ഇതിന് ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഉള്ളി വശത്തുനിന്നാണ് ഞാൻ വെട്ടിക്കളയണത്. ലൈനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ക്ലോത്ത് വെച്ച് അതിൻ്റെ എഡ്ജ് നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ശരീരത്തിൽ കൊള്ളാതിരിക്കാനായിട്ട്. ഇത് ലൈനിങ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡ് സിബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾക്ക് ഒരു തുടക്കക്കാരാണെങ്കിൽ ഇതേപോലെ ഒരു വഴി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാത്ത രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. കറുത്ത സിബും താഴ്ഭാഗം ഇതേപോലെ വെളുത്ത കളറായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ചെറുതായിട്ടൊന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് സിബ് നല്ല ഫിറ്റിങ്സിൽ തന്നെയാണോ ചെയ്തതെന്നൊക്കെ അറിയാനായിട്ട് അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അടുത്ത ദിവസം തന്നെ ഉണ്ടായിരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.